ഇത് ക്രൂരമായ ഒരു കുറ്റകൃത്യമല്ല, പല കുറ്റകൃത്യങ്ങൾ ചെയ്ത രണ്ടുപേരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുന്ന ചേലാണ് കാണുന്നത്. രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് ഇരുത്തുള്ളൂ. രണ്ടാക്കി ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് മാനസികമായിട്ട് വല്ല ബുദ്ധിമുട്ടും വന്നാലോ, അതുകൊണ്ട് ഒന്നിച്ച് മാത്രമേ ഇരുത്തുള്ളൂ. കള്ളക്കാമുകനും കണ്ടവൻ്റെ ഭാര്യയുമല്ലേ. അപ്പോൾ ഇവർക്ക് ഇങ്ങനൊരു വിഷയം ഉണ്ടായപ്പോൾ അമ്മ വക്കാലത്തിന് ഇറങ്ങിയിട്ടുണ്ട്. മോൻ്റെ അമ്മ സപ്പോർട്ട് പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, അവൻ ഭക്ഷണം വാരി കൊടുത്തതേ ഉള്ളൂ, പിന്നെ അടിച്ച് കാണും ചിലപ്പോൾ കൊച്ചിനെ. ഇനി ചവിട്ട് കൊണ്ട് മറിഞ്ഞ് വീണോ? അതന്നെ മകന് സപ്പോർട്ട് പിടിച്ച ആ അമ്മ പറയുന്ന കാര്യങ്ങളാണ്. ചവിട്ടി കാണുമെന്ന്, ചവിട്ടിയപ്പോൾ വീണ് കാണും, അങ്ങനെയായിരിക്കും എന്തെങ്കിലും. അവർ തെളിവ് നശിപ്പിക്കലിന് അവർക്കെതിരെ കേസെടുക്കണം. അവർ ഇതുപോലെയാണ് അവരുടെ വർത്തമാനങ്ങൾ. ആ ചവിട്ടിയത് ഇത്ര നിസ്സാര കാര്യം. ആകപ്പാട് 1.5 വയസ്സുള്ളൊരു കൊച്ചാണ്. ഈ കാലനെ പോലെ ഇരിക്കുന്ന ഇവൻ കയറി ചവിട്ടിക്കഴിഞ്ഞാൽ ആ കൊച്ച് അവരുടെ മോന്തൊക്കെ ഒരു ചവിട്ട് വാങ്ങിക്കാൻ പറ, അത്രയ്ക്ക് സുഖമുണ്ടെങ്കിൽ. 2 അടിയും കൂടി അങ്ങ് വാങ്ങിച്ചു വെച്ചോ മോൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അത് നിസ്സാര കാര്യമല്ലേ. ഇവരിപ്പം മിണ്ടാതിരുന്നത് കൊണ്ടുകൊണ്ടിരിക്കുമോ? ഒന്ന് അടിച്ചോടാന്ന് പറഞ്ഞ് ഇപ്പുറത്തെ കവള് കൂടി കാണിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പം അവർക്ക് പ്രതികരിക്കും. മറ്റേ കൊച്ചു പ്രതികരിക്കില്ല എന്നുള്ളത് കൊണ്ട് എന്ത് നാരത്തരം കാണിക്കും. രണ്ടുപേരെയും കൂടി ഒന്നിച്ച് സിംഹാസനത്തിൽ ഇരുത്തിരിക്കുക. അപ്പുറത്ത് അടുത്തൊന്നും ഒരു പോലീസ് പോലും, അങ്ങോട്ട് മാറിയാണ് നിൽക്കുന്നത്. ഇവർക്ക് ഇനി എന്താണ് നുണ പറയേണ്ടതെന്നോ എന്തെങ്കിലുമൊക്കെ പറയാനുള്ളതൊക്കെ ചർച്ച ചെയ്യാനായിട്ടൊക്കെ നമ്മളൊരു അവസരം കൊടുക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ അവർക്കും മാനം ഉണ്ടല്ലോ. അതുകൊണ്ട് അതിനാണ് ഇങ്ങനെ ഒരു അവസരം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്നിച്ച് ഇരുത്തുകയുള്ളൂ. ഇപ്പുറത്തൊക്കെ നിറയെ കസേര ഇവിടെ വേണ്ട, അങ്ങോട്ട് മാറിയിരിക്കാനെങ്കിലും പറയുക. ഒന്നിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, ആ പേരക്കമ്പ് വെട്ടിയ മുതുകത്തിട്ട് 2 കൊടുക്കാനാണ് തോന്നുന്നത്. അത്രയ്ക്ക് ഇതാണ്. ഇതിൽ മാത്രം ഒരെണ്ണത്തിലൊന്നും അല്ല, എവിടെ ഇരുത്തിയാലും ഇവരെ ഒന്നിച്ച് തന്നെ ഇരുത്തണം. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്ത്? ഒന്നിച്ച് ഇരുത്തുള്ളൂ. വലിച്ച് കയറണം കാമപ്രാന്തന്മാർ. ജയിലിൽ പോയാൽ സുഭിക്ഷമായിരിക്കും. ഇത് നമ്മൾ പിന്നെ കാണുമെങ്കിലും ചെയ്യണുണ്ട്. അതിൻ്റെ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താണ് ചെയ്യണമെന്ന് നമ്മൾ കാണത്തില്ല. ചിക്കനും മട്ടനും ഒക്കെ തിന്ന് കൊഴുത്ത് ഇവൻ കുറച്ച് നാൾ കഴിയുമ്പോൾ പുറത്തിറങ്ങി വന്നിട്ട് ഇനി അടുത്ത ആളുകളുടെ നേരെ കുതിര കയറാനുള്ളതാണല്ലോ. അതുകൊണ്ട് ഇവൻ നല്ല കൊഴുത്ത് വരണ്ടേ. പിന്നെ ശമ്പളം ഉണ്ടല്ലോ, പിന്നെ എന്ത് വേണം? എൻ്റെ പൊന്നുമോൻ ഒരു തെറ്റും അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് വരാൻ ഒരു വഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു അമ്മ കരഞ്ഞു മെഴുകുന്നുണ്ട്. അവൻ്റെ അമ്മയാണോ തെളിവൊക്കെ നശിപ്പിച്ചിട്ടുള്ളത്. അവരാണ് കണ്ടിട്ടുള്ളത്. കൊച്ചിന് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നതാണ്. കൊച്ചു കഴിക്കാത്തതുകൊണ്ട് എന്തോ അടിച്ചെന്നോ ചവിട്ടി കാണും, വീണ് കാണും. എന്ത് കൂളായിട്ട് അവർ പറയണേന്ന് കണ്ടേ, ചവിട്ടി കാണും, വീണ് കാണുമെന്ന്. നാണമില്ലാത്ത സ്ത്രീ. അവരുടെ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ അറിയാം, മഹാകള്ളി, പഠിച്ച കള്ളിയാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ക്രിമിനലായിട്ടുള്ള ഒരു മോനെ വളർത്തി പന്തലിപ്പിച്ച് ഇവൻ ഇത്രയും വലിയ ക്രൂരതകളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുമ്പോഴെങ്കിലും പിന്നെയെങ്കിലും ഒരു കടിഞ്ഞാണിടൂല്ലേ? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിടിച്ച് മുറിയിടാത്തിട്ട് പൂട്ടിയിടണം. നിങ്ങളെ മക്കൾ തലതെറിച്ച് പോയിട്ടുണ്ടെങ്കിലേ സമൂഹത്തിലോട്ട് ഇറക്കി വിട്ട് മറ്റുള്ളവരെ കൊല്ലാനല്ല വിടേണ്ടത്. പിടിച്ച് മുറിയിടത്ത് പൂട്ടിയിടണം. ഇത്തവരെ വല്ല ആഹാരം അതിൻ്റെ താഴെ കൂടി അങ്ങ് വെച്ച് കൊടുത്താൽ, അല്ലാതെ പുറത്തോട്ട് ഇറക്കി വിട്ട് കഴിയുമ്പോഴേ നാട്ടുകാരടിച്ച് കൊല്ലും. അത് കാണേണ്ടതായിട്ടും വരും. അവൻ്റെ ആദ്യത്തെ ഭാര്യ കോമ സ്റ്റേജിലായതാണ്. അന്നും അവൻ തലയ്ക്കടിക്കുക ഇതൊക്കെ ചെയ്തിട്ട് കോമ സ്റ്റേജിലായി. അന്നും കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഈ പോലീസുകാർ അനങ്ങിയിട്ടില്ലെന്നാണ് അവരുടെ വീട്ടുകാർ പറയണത്. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയണത്. അനങ്ങണ്ട, ഇപ്പോൾ ഒരു കുഞ്ഞു വേണ്ടി വന്നു ഒന്ന് അനങ്ങാൻ. ഇനിയും അനങ്ങുമോ? എവിടെ അനങ്ങാൻ? കുറച്ച് ദിവസം ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഇതുപോലെ ഇരുത്തുകയും നടത്തുകയും തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തും. അത് കഴിയുമ്പോൾ കുറേ ആൾ കഴിയുമ്പോൾ അവന്മാരൊക്കെ തിന്ന് കൊഴുത്ത്, അവളൊക്കെ കണ്ടില്ലേ, അവളൊക്കെ നല്ല തിന്ന് കൊഴുത്ത് ഇനിയിപ്പോൾ ഇറങ്ങി വരും വൃത്തികെട്ടവളൊക്കെ. ഇങ്ങനെ കുഞ്ഞുങ്ങളെ അതിക്രമം ചെയ്യുന്നത് മാത്രമല്ല, ആവശ്യമില്ലാതെ അഴിഞ്ഞാടി നടന്ന് ഒരു വയറ്റിലൊരു കുഞ്ഞുണ്ടാക്കി അബോർഷൻ ചെയ്തത് കളയുന്നവർക്കെതിരെയും കേസ് വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് അന്വേഷിച്ചിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നവർക്കെതിരെയും കേസ് വേണം. എങ്കിൽ കുറേ എണ്ണങ്ങൾ ഒതുങ്ങും. ഇതിപ്പോൾ ഒരു ഇതുമില്ലല്ലോ. നിയമത്തിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടി തന്നെ എനിക്കിഷ്ടമുള്ള ആളുടെ കൂടെ ഞാൻ പോകുന്നുള്ള ധാർഷ്ട്യത്തിൽ പോയിട്ട് ഓരോ ജീവനില്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തകൾ. എനിക്കറിയാവുന്നത് തന്നെ ഉണ്ട്. ഒരു തവണ പറ്റുന്നതാണെങ്കിൽ അത് അബദ്ധത്തിൽ പറ്റിയെന്ന് വിചാരിക്കാം. വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ഇതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് എന്താണ്? അത് ഒരിക്കലും ഒരു ഹത്യ തന്നെയാണ്. അതിനൊക്കെ കേസെടുക്കണം. അല്ലാതെ പ്രസവിച്ച് പുറത്ത് വന്ന കുഞ്ഞിനെ മാത്രമല്ല ഇതൊക്കെ ബാധകമായിട്ട് വരേണ്ടത്. അതിന് ആവശ്യമില്ലെങ്കിൽ എന്തിന് ജന്മം കൊടുത്തു വയറ്റിൽ, എന്നിട്ട് അതിനെ എന്തിനില്ലാതാക്കി? ഈ ഒരു ഇതിനും കൂടി കേസ് വരണം. ഇവൾക്കൊക്കെ ശിക്ഷ കൊടുക്കണം. ഈ അഴിഞ്ഞാട്ടക്കാരികൾക്കൊക്കെ ഇങ്ങനെയുള്ളതിനൊക്കെ ശിക്ഷ കൊടുക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട അഴിഞ്ഞാട്ടങ്ങളൊക്കെ കുറയും. ലിവിങ് ടുഗദർ, അതിന് എല്ലാവരും സപ്പോർട്ട്, അത് ആദ്യം നിർത്തണം.
അതിൻ്റെ ആവശ്യം എന്താണ്? അന്തസ്സായിട്ട് വിവാഹം കഴിച്ച് രജിസ്റ്ററും ചെയ്ത് നല്ല അന്തസ്സായിട്ട് ജീവിക്കണം പറ്റുമെന്നുള്ളവർ. അതിൻ്റെ ഇടക്കൂടിയിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല. വൃത്തികെട്ട ആചാരങ്ങൾ.